ഒരു മെക്കാനിക്ക് തൻ്റെ വർക്ക്ഷോപ്പ് അടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അയാൾ കടയടച്ചു തുടങ്ങിയപ്പോഴേക്ക് ഒരു പഴഞ്ചൻ കാറ് അവിടെ വന്നു. അതിൻ്റെ ഒരു ടയർ പൂർണ്ണമായും തകർന്ന നിലയിൽ. ഒരു പാവം മനുഷ്യൻ കാറിൽ നിന്ന് പുറത്തു വന്നു. അയാൾ ആകെ നനഞ്ഞിരുന്നു. മുഖത്ത് വലിയ പരിഭ്രമം കാണാമായിരുന്നു. എന്തൊക്കെയോ സങ്കടങ്ങൾ അത് മെക്കാനിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. സർ, ദയവായി എന്നെ ഒന്ന് സഹായിക്കണം. വർക്ക്ഷോപ്പ് അടച്ചുവെന്ന് എനിക്കറിയാം, എങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്, അവൾ പ്രഗ്നൻ്റ് ആണ്, അവളുടെ പ്രസവം അടുത്തിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ എത്തണം. ഈ മെക്കാനിക്കാണെങ്കിൽ ക്ഷീണിതനായിരുന്നു. പക്ഷെ വീണ്ടും വർക്ക്ഷോപ്പ് തുറന്ന് തൻ്റെ പണിയായുധങ്ങളെല്ലാം എടുത്ത് കാറിൻ്റെ ടയർ നന്നാക്കാൻ തുടങ്ങി. അപ്പോഴും പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ അവഗണിച്ച് അയാൾ കാർ നന്നാക്കാൻ തുടങ്ങി. അപ്പോൾ കാറിൽ വന്നയാൾ തൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം എടുത്ത് ഈ മെക്കാനിക്കിന് കൊടുത്തു. ദയവായി ഇത് സ്വീകരിക്കണം, നിങ്ങൾ എനിക്കൊരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മെക്കാനിക് അത് പുഞ്ചിരിയോടെ നിരസിക്കുകയാണ് ചെയ്തത്. കാരണം ആ കാറുകാരനെ കണ്ടാൽ അറിയാം, അയാളൊരു ദരിദ്രനായിരുന്നു. എനിക്കിതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് പോവുക. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, അത്യാവശ്യമുള്ള മറ്റേ ആരെയെങ്കിലും സഹായിച്ചാൽ മതി. ഞാനിതൊരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് അയാൾ പോയി. അതിനുശേഷം അയാളുടെ കാറുമായിട്ട് ആ മഴയിലേക്ക് എങ്ങോട്ടോ അദ്ദേഹം അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. കാലം കടന്നുപോയി. ഈ മെക്കാനിക്കിന് വയസ്സായി. ഒരു വലിയ സർജറിക്ക് വേണ്ടി ഇദ്ദേഹം തയ്യാറെടുക്കുകയാണ്. നല്ല പണം വേണ്ടിയിരുന്ന ഒരു സർജറി. പക്ഷേ ഈ മെക്കാനിക്കിന് അത്ര സാമ്പത്തിക ഉന്നതിയൊന്നുമില്ലായിരുന്നു. ഇയാളുടെ മകൾ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ പണമൊക്കെ സ്വരൂപിച്ച് നഗരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് ഈ മെക്കാനിക്കിനെ കൊണ്ടുപോവുകയാണ്. ഈ പെൺകുട്ടി ആശുപത്രിക്കാരോട് പറയുന്നുണ്ട്, പണം അടയ്ക്കാൻ അല്പം കൂടി സാവകാശം തരണം. അങ്ങനെ സർജറി കഴിയുന്നു. സർജറിക്ക് ശേഷം ഇദ്ദേഹം റൂമിലേക്ക് വരുമ്പോൾ ഈ മെക്കാനിക്കിന്റെ ബെഡിന് സമീപം സർജറിയുടെ ബില്ലുണ്ട്. ആ ബില്ലെടുത്തപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. അടയ്ക്കേണ്ട തുക 0. ആ ബില്ലിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെ എഴുതിയിരുന്നു: വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഫലമൊന്നും വാങ്ങാതെ ഒരു മഴയുള്ള രാത്രിയിൽ നിങ്ങളൊരു ടയർ മാറ്റി. അന്ന് അതുകൊണ്ട് എനിക്കെൻ്റെ പൊന്നുമകനെ കാണാൻ പറ്റി. ആ മകനാണ് നിങ്ങളുടെ സർജറി ചെയ്ത ഈ ഡോക്ടർ. ആ മെക്കാനിക്ക് നിശ്ചലനായിപ്പോയി. ഒരു മഴയുള്ള രാത്രിയിൽ എന്നോ മാറിയ ഒരു ടയറിന്റെ ഓർമ്മ. കരുണയുടെ ഒരു വിത്താണല്ലോ താൻ വിതച്ചത് എന്ന് അയാൾ ഓർത്തു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഹൃദയപൂർവ്വം നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരിക്കലും